ഞങ്ങളെ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് സംബന്ധിച്ചും പ്രവർത്തകരെ സംബന്ധിച്ചും വളരെ സജീവമായിട്ടുള്ള അതിൻ്റെ അണ്ടർഗ്രൗണ്ട് വർക്കുകൾ ഈ പറയുന്ന പിണറായി സത്തെ അവസാനിപ്പിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ റിസൾട്ടാക്കിയതിനെ മാറ്റാനുള്ള ഞങ്ങളുടെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. ഓരോ പ്രദേശത്തും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിൽക്കുന്നുണ്ട്. ഇല്ല, നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം UDF ചേർന്നിട്ടില്ല. 1, 2, 3 UDFകൾ ചേരേണ്ടി വരും. സമയമുണ്ടല്ലോ ഇനി. നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് തന്നെ 8-9 മാസമുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് 15-15.5 മാസമുണ്ട്. സമയമുണ്ട്. നമ്മളിപ്പോൾ പാർട്ടി ശക്തിപ്പെടുത്തുക എന്ന കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഔദ്യോഗികമായ ഫംഗ്ഷനാണ് 23 നടക്കുന്ന നമ്മുടെ സെമിനാറും അതുപോലെ തന്നെ കൺവെൻഷൻ ഡെലിഗേറ്റ്സ് മീറ്റും. ഇപ്പോഴത്തെ ആ അവസ്ഥയിൽ നിന്നത് കരകയറിയിട്ടില്ല, അങ്ങനെ തന്നെ നിൽക്കുകയാണ്. നമ്മളത് കോടതിയെ സമീപിക്കാനും അവിടുത്തെ വോട്ടർമാർ കോടതിയെ സമീപിക്കാനുള്ള ഒരു ആലോചന നടക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ അനിശ്ചിതമായി 15 മാസം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് കൊറോണ സമയത്താണ്. അന്ന് കൊറോണ അത് റീസണബിൾ റീസണായിരുന്നു. ഇപ്പോൾ ഒരു റീസണബിൾ റീസണും ഇല്ലാത്ത ഒരു സ്ഥിതിക്ക് CPMന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ, നമ്മൾ ഈ പറയുന്ന RSS BJP CPM നെക്സസിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കേന്ദ്രത്തെ സ്വാധീനിച്ചുകൊണ്ട് ആ ഇലക്ഷൻ നിലമ്പൂർ ബൈ ഇലക്ഷൻ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ബന്ധപ്പെട്ട് തന്നെയാണ് അവർ ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു കാര്യങ്ങളും സജീവമായിട്ടില്ല. പേരിനുള്ള ചില എൻക്വയറികളും കടലാസ് പണികളും മാത്രമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് നടക്കുന്നത്. കാരണം ഇപ്പോൾ ഏകദേശം ഞാൻ രാജിവെച്ചിട്ടൊരു മാസം കഴിഞ്ഞില്ലേ, ജനുവരി 13 40 ദിവസമായി. അതും ഇത്ര തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സമയത്ത് അത് ഡിക്ലെയർ ചെയ്യേണ്ട സമയമായി. ഇനിയിപ്പോൾ ഒരു നോമ്പിൻ്റെ റീസൺ പറയാം, 1 മാസം. എന്തായാലും ഏപ്രിൽ 2nd വീക്കിലോ 3rd വീക്കിലോ തെരഞ്ഞെടുപ്പ് നടന്നേ പറ്റൂ. അതിലപ്പുറം അത് പോകാൻ പാടില്ലല്ലോ. അല്ല, അത് വോട്ടർമാർ, ഞങ്ങളല്ല സമീപിക്കുന്ന വോട്ടർമാർ അത് ആലോചിക്കുന്നുണ്ട്. അവരതിൻ്റെ ലീഗൽ ഒപ്പീനിയന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ വാർത്ത ദുബായിൽ നിന്നാണ് വായിക്കുന്നത്. ഞാനന്ന് ദുബായി പോയപ്പോഴാണ് ഈ വാർത്ത കണ്ടത്. എനിക്ക് അതിനെക്കുറിച്ച് അറിവില്ല. അല്ല, സമ്മാനം വരുന്നുണ്ട്. ആ സമ്മാനവും ഈ സമ്മാനവുമായിട്ട് ബന്ധമില്ല. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ഇല്ല, മമതാ ബാനർജിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ മെയ് മാസത്തിൽ മെയ് 2nd വീക്കിൽ കോഴിക്കോട് വെച്ച് 1 ലക്ഷത്തിൽ കുറയാത്ത ആളുകളെ പങ്കെടുപ്പിച്ച് കോഴിക്കോട് കടപ്പുറത്ത് വളരെ വിശാലമായ സമ്മേളനം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഈ സമ്മേളനം കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ മുന്നൊരുക്കത്തിലേക്ക് കിടക്കും. ഇല്ല, നമ്മളിപ്പോൾ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങുകയാണ്. ഈ പ്രതിനിധി സമ്മേളനത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങും. ആ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഒരു വിധമായതിന് ശേഷം നമ്മളെന്താ പറയുക, പഞ്ചായത്ത് തലത്തിലെ കമ്മിറ്റികളിലേക്ക് കൊണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ പഞ്ചായത്ത് കമ്മിറ്റികൾ സ്വാഭാവികമായിട്ട് അവിടെ പ്രവർത്തകർ കൂടിയിട്ട് കമ്മിറ്റികളായിട്ടുണ്ട്. എന്തായാലും ഒരു 5-8 മാസം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോഴേക്ക് ഈ ഒരു സംഘടന നല്ല രീതിയിൽ ചലിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ കഴിയും. തീർച്ചയായിട്ടും. അല്ലാതെ രാഷ്ട്രീയ പാർട്ടിക്ക് നടക്കാൻ കഴിയില്ല. നമ്മൾ മുന്നോട്ട് തന്നെ പോകും. അല്ല, അത് നമുക്ക് പിന്നെ പറയാം. കാരണം എന്താ അറിയുക, നമ്മളിവിടെ എന്ന് പറയുമ്പോഴേക്ക് നമ്മളോട് സഹകരിക്കാമെന്ന് ഭയങ്കര ആത്മാർത്ഥമായി താല്പര്യം ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ വരിഞ്ഞു മുറുക്കി പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ വലിയ ഓഫറുകൾ കൊടുത്തിട്ടൊക്കെ നിൽക്കുകയാണ്. കാരണം ആ രീതിയിലാണ് പാർട്ടിയുടെ എന്താ പറയുക, ബ്രാഞ്ച് സെക്രട്ടറിയെ മുഖ്യമന്ത്രി നേരിട്ട് ഫോണിൽ വിളിക്കുന്ന കാലഘട്ടം നിങ്ങൾ എന്നേ ഉണ്ടായിട്ടുണ്ടോ? അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ബ്രാഞ്ച് സെക്രട്ടറി തൃണമൂലിൽ സഹകരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അവിടുത്തെ ഏരിയ സെക്രട്ടറിയുടെ ഫോണുമായിട്ട് ഏരിയ സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറിനെ വിളിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ബ്രാഞ്ച് സെക്രട്ടറിൻ്റെ വീട്ടിൽ പോവുകയാണ്. എന്നിട്ട് മുഖ്യമന്ത്രി ഈ ഫോണിൽ സംസാരിക്കാനുണ്ട്. ഏരിയ സെക്രട്ടറിയുടെ ഫോണിലേക്ക് മുഖ്യമന്ത്രി വിളിച്ചിട്ട് ബ്രാഞ്ച് സെക്രട്ടറിയുടെ ചെവിയിൽ വെച്ച് കൊടുക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുങ്ങൾ, എന്താണ് അതിൻ്റെ സ്ഥിതി? ആ രീതിയിലേക്ക് അവരെത്തിയല്ലോ. അത് മതി. അത് തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയമാണ്. ബ്രാഞ്ച് സെക്രട്ടറി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഫോണിൽ സംസാരിച്ച് അവൻ്റെ ജീവിത പ്രശ്നങ്ങൾ അന്വേഷിക്കുന്ന ഒരു തരത്തിലേക്ക് എത്തിയല്ലോ. ജില്ലാ സെക്രട്ടറിമാർക്ക് മുഖ്യമന്ത്രിൻ്റെ ഓഫീസിൽ കയറാൻ പറ്റില്ലായിരുന്നു.
മനസ്സിലായോ? പി ശശിൻ്റെ ആഫീസ് വരെ പരമാവധി പോകാൻ പറ്റുമായിരുന്നു. ഒരു MLA-ക്ക് മുഖ്യമന്ത്രിൻ്റെ ആഫീസിൽ കയറാൻ കഴിയില്ലായിരുന്നു. PV അൻവർ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ പി ശശിയുടെ ആഫീസിൻ്റെ അപ്പുറത്തേക്ക് കയറി ഒരു അപ്പോയിൻമെൻറ്റ് പാർട്ടി ലീഡർഷിപ്പ് ജില്ലാ സംസ്ഥാന നേതാക്കൾ തൊട്ട് മന്ത്രിമാർ തൊട്ട് MLA-മാരുൾപ്പെടെ LDF-ൻ്റെ നേതാക്കന്മാരുൾപ്പെടെ മുഖ്യമന്ത്രിയെ ഒന്ന് കാണാൻ അനുവാദമില്ലാത്തൊരു കാലഘട്ടം കഴിഞ്ഞ 8 കൊല്ലം കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ 3-4-5-6 മാസത്തെ മാറ്റം എന്താ? ബ്രാഞ്ച് സെക്രട്ടറിയെ വിളിക്കലാര്? മുഖ്യമന്ത്രി. അത് തന്നെയാണ് PV അൻവറിൻ്റെ പോരാട്ടത്തിൻ്റെ ഗുണം പാർട്ടി സഖാക്കൾക്ക് കിട്ടിയത്. പാർട്ടി സഖാക്കളൊന്ന് മനസ്സിലാക്കിയാൽ മതി. അത്രേ എനിക്കതിൽ പറയാനുള്ളൂ.